അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രിക്കായി കർത്താവിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. We praise the Lord for this wonderful evening time that the Lord has given us. ഇന്ന് രാത്രിയിൽ ദൈവസ്ഥലായിരിക്കുന്ന ഏവരെയും കർത്താവിന്റെ നാമത്തിൽ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുകയും ദൈവനാമത്തിൽ വന്ദനം അറിയിക്കുകയും ചെയ്യുന്നു. We welcome one and all who is attending this meeting. In the name of our Lord and Savior, we greet you. മറ്റ് മുഖവരകളൊന്നും കൂടാതെ തന്നെ വേഗത്തിൽ ദൈവദിന ചിന്തകളിലേക്ക് കടക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. Without further ado, we are entering into the Word of God in എബ്രായ ലേഖനം അതിന്റെ അവസാന അധ്യായമാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് പഠിക്കുവാൻ ഇടയായിത്തീർന്നത്. ഇന്ന് അതിന്റെ ഏറ്റവും അവസാനത്തെ ചില വാക്യങ്ങൾ 17 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് അവസാനമായിട്ടുള്ള അതേ ഈ ലേഖനത്തിന്റെ സമാപന ചിന്തകളിലേക്ക് നാം കടന്നു വരികയാണ്. So we are coming towards the concluding thoughts of this epistle to the Hebrews, and we are in the last chapter as we began last week. ഈ ആഴ്ച കൊണ്ട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ബൈബിൾ സ്റ്റഡി അവസാനിപ്പിക്കാൻ കഴിയും എങ്കിലും അടുത്ത ഒരു ഫ്രൈഡേ കൂടെ അത്യാവശ്യമായ ഒരു തിയോളജിക്കൽ ഏരിയയിലേക്ക് പ്രവേശിച്ച് ബൈബിൾ ഈ പ്രാവശ്യത്തെ നമ്മുടെ ഈ എബ്രായ ലേഖന പഠനം അവസാനിപ്പിക്കുവാനാണ് കർത്താവിൽ ശരണപ്പെടുന്നത്. Although we are completing the chapters this week, we will again enter into something very theologically important in the coming week. We'll study and then conclude the study of this epistle of Hebrews. എബ്രായ ലേഖനത്തിന്റെ പഠനത്തിന്റെ ആദ്യ സമയം മുതൽ ഇതുവരെയും സൂം പ്ലാറ്റ്ഫോമിൽ ഞങ്ങളെ ശ്രദ്ധിക്കുവാനിടയായി തീർന്ന പ്രിയപ്പെട്ടവർ, അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ യൂട്യൂബിൽ നമ്മളത് അപ്ലോഡ് ചെയ്യുമ്പോൾ അവിടെ അത് കാണുന്ന പ്രിയപ്പെട്ടവർ, അങ്ങനെ വിവിധ നിലയിൽ ഇത് മനസ്സിലാക്കുന്ന എല്ലാവർക്കും ഇത് എത്രത്തോളം അനുഗ്രഹമായിരുന്നു അത് എന്ന് നിശ്ചയമായിട്ട് ഞാൻ വിശ്വസിക്കുകയാണ്. I firmly believe that those who have been listening to this message from the book of Hebrews, and also those who are attending on YouTube, to everyone, it is a blessing to study the book of Hebrews. ദൈവവചനത്തിലെ വിവിധ ഭാഗങ്ങൾ, പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ നിന്ന് പഠിക്കുവാൻ കഴിയുന്ന മറ്റ് പല വേദഭാഗങ്ങൾ അതുപോലെ ലേഖനങ്ങൾ ഉണ്ടെങ്കിലും എബ്രായ ലേഖനം ഞാൻ തിരഞ്ഞെടുക്കുവാനുള്ളതിന്റെ പ്രധാന കാരണം എബ്രായ ലേഖനം എനിക്കും നന്നായിട്ടൊന്ന് പഠിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. So the reason why I chose particularly the epistle of Hebrews was that even I was desirous of studying the book of Hebrews more thoroughly. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ബൈബിൾ സ്റ്റഡി എന്റെയും ജീവിതത്തിൽ ഒരു അനുഗ്രഹമായിരുന്നു എന്ന് പറയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. I'm so joyful to say that this Bible study was a blessing even in my life. ഞാൻ ഓർപ്പിച്ചതുപോലെ അടുത്ത ആഴ്ചയിലെ അടുത്ത ഫ്രൈഡേ വൈകിട്ടുള്ളതായ ബൈബിൾ സ്റ്റഡി വളരെ പ്രധാനപ്പെട്ടതായിരിക്കും. അതുകൊണ്ട് ഇത് ഇന്നുകൊണ്ട് അവസാനിച്ചു എന്ന് കരുതി അടുത്ത ആഴ്ച ജോയിൻ ചെയ്യാതിരിക്കരുത്. നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യുകയും അടുത്ത ആഴ്ച കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് എന്താണോ എബ്രായ ലേഖനം പഠിപ്പിക്കുന്നത്, പറയുന്നത്, അതിനോടുള്ള ബന്ധത്തിലുള്ള ചില ചിന്തകളായിരിക്കും നാം സമാപനമായി ചിന്തിക്കുവാനായി താല്പര്യപ്പെടുന്നത്. So as I have reminded, next week is a very important week. We're going to study about what the book of Hebrews is speaking of the Lord Jesus Christ. So we will be studying that as a concluding lesson of the book of Hebrews. ഞാൻ മുൻപ് ഓർപ്പിച്ചതുപോലെ 17 മുതൽ 25 വരെയുള്ള അവസാന ഭാഗങ്ങളിലേക്ക് നാം കടന്നു വരികയാണ്. അതിന്റെ 17ാമത്തെ വാക്യമാണ് പ്രാരംഭമായി വായിച്ച് നാം ചിന്തിക്കുവാനായി പോകുന്നത്. So we are going to read from chapter 13 verse 17 to 25. First we are going to read verse 17. നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പീൻ. അവർ കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവരാകിയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു. ഇത് അവർ ഞരങ്ങിക്കൊണ്ടല്ല, സന്തോഷത്തോടെ ചെയ്യുവാൻ ഇടവരുത്തുവിൻ, അല്ലാഞ്ഞാൽ നിങ്ങൾക്ക് നന്നല്ല. ഈ എബ്രായ ലേഖനം 13ന്റെ 17ാമത്തെ വാക്യത്തിൽ നമ്മെ ആത്മീയ കാര്യങ്ങളിൽ നയിച്ചു നടത്തുന്നവരെ നാം അനുസരിക്കണം എന്നുള്ളതായ ഒരു ചിന്തയാണ് ലേഖനകർത്താവ് പങ്കുവയ്ക്കുന്നത്. So the particular thought which the author is sharing here is that the one who leads us in spiritual matters, we ought to obey them. ഇവിടെ നിങ്ങളെ നടത്തുന്നവർ എന്ന് പറഞ്ഞാണ് ആ വാക്യം ആരംഭിക്കുന്നത്. ആ പദം സൂചിപ്പിക്കുന്നത് നമ്മുടെ പ്രാദേശിക സഭയിലെ അധ്യക്ഷന്മാർ അല്ലെങ്കിൽ മൂപ്പന്മാർ അല്ലെങ്കിൽ പാസ്റ്റേഴ്സിനെ തന്നെയാണ്. The words begin that the one who leads you
or the one who rules over you, that it indicates the pastors or the elders in the regional churches. അവരെ അനുസരിക്കണം, അവർക്ക് കീഴ്പ്പെട്ടിരിക്കണം എന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. The word of God very clearly teaches that we need to obey them, we need to submit ourselves to them. ദൈവത്താൽ ആക്കി വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാർ, അവര് പാസ്റ്റർമാരായിരിക്കാം, ഇടയന്മാരായിരിക്കാം, എൽഡേഴ്സ് ആയിരിക്കാം, ചിലപ്പോൾ ശുശ്രൂഷയിൽ മുൻപിൽ നിൽക്കുന്ന ചില വ്യക്തികളായിരിക്കാം. പക്ഷെ ആരൊക്കെയാണെങ്കിലും അങ്ങനെയുള്ളവരെ അനുസരിക്കുവാനും കീഴ്പ്പെടുവാനും അവർക്ക് കീഴ്പ്പെട്ടിരിക്കാനുമാണ് തിരുവചനം നമ്മോട് പറയുന്നത്. The Lord has appointed leaders in the church. This could be the pastors or elders or other ministry leaders, whoever they are. The word of God exhorts us that we must submit ourselves to these spiritual authorities. ദൈവവചനത്തിൽ നിന്ന് ഒന്ന് രണ്ട് വാക്യങ്ങൾ ഈ പറയപ്പെടുന്ന വ്യക്തികളോടുള്ള ബന്ധത്തിൽ നമുക്ക് വായിച്ചു കേൾക്കാവുന്നതാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 20:28, 1 പത്രോസ് ലേഖനം 5:1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. So in the context of these spiritual authorities, let us read from Acts of Apostles chapter 20 verse 28 and 1 Peter chapter 5 verse 1 to 3. നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേയ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളുവീൻ. ഇവിടെ ഇടയന്മാരോടുള്ള ബന്ധത്തിൽ നിങ്ങളുടെ കീഴിലുള്ള അതെ ആട്ടിൻകൂട്ടത്തെ സൂക്ഷിക്കുന്ന കടപ്പാട് അതെ നിങ്ങളുടെ കീഴിലുള്ളവർ, അധികാരസ്ഥരായിരിക്കുന്നവർ അവരാരാണോ അവർ ശ്രദ്ധിക്കേണ്ടതാണ്, സൂക്ഷിക്കേണ്ടതാണെന്ന് നമുക്ക് വായിപ്പാനിടയായി തീർന്നു. So we see that in the context of the shepherds, they're being told that you need to take heed of all the flock that is given under your care. So that is speaking about the church leaders who are shepherds. 1 പത്രോസ് 5:1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിലൂടെ നമുക്ക് വായിച്ചു കേൾക്കാം. നിങ്ങളിലുള്ള മൂപ്പന്മാരെ ഒരു കൂട്ടുമൂപ്പനും ക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തിന് സാക്ഷിയും വെളിപ്പെടുവാനുള്ള തേജസ്സിന് കൂട്ടാളിയുമായ ഞാൻ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിന്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊള്ളുവീൻ. നിർബന്ധത്താലല്ല, ദൈവത്തിന് ഹിതമാം വണ്ണം മനഃപൂർവമായും ദുരാഗ്രഹത്തോടെയല്ല, ഉന്മേഷത്തോടെയും ഇടവുകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല, ആട്ടിൻകൂട്ടത്തിന് മാതൃകകളായി തീർന്നും കൊണ്ടും അധ്യക്ഷത ചെയ്യുവീൻ. പത്രോസ് അപ്പോസ്തലൻ ഇവിടെ ഓർപ്പിക്കുന്നത്, തങ്ങളുടെ കീഴിലുള്ളതായ ആടുകൾ, അതായത് അവർക്ക് കീഴിലുള്ള വിശ്വാസികൾ, അവർക്ക് മാതൃകയോടെ അവരെ കാര്യങ്ങൾ പറഞ്ഞ് ദൈവവചനം മനസ്സിലാക്കി ആ നിലയിൽ ദൈവത്തിന്റെ ദാസന്മാരായിരിക്കണം എന്നതാണ് ഓർമ്മപ്പെടുത്തുന്നത്. The Apostle Peter reminds here that the servants of the Lord must be examples of leaders for the flock under their care. അധ്യക്ഷന്മാർക്ക് കീഴടങ്ങുവാനും അവരെ അനുസരിക്കുവാനും ഒക്കെ ഇവിടെ പറയുമ്പോൾ, നമ്മെ നടത്തുന്ന അധ്യക്ഷന്മാരായിട്ടുള്ളവർക്ക് ആത്മീയ അധികാരം പ്രയോഗിക്കുവാൻ അവർക്ക് കഴിയുമെന്ന് മനസ്സിലാക്കി ആദരവോടെ അവരെ ഉൾക്കൊള്ളേണ്ടതാണ്. So when it's being spoken that obey or submit to the leaders, it means that those who are leading us, they have spiritual authority exercised over us, and we need to submit to their spiritual authority. 1 തിമോഥെയോസ് ലേഖനം 5-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം അതിനുള്ള ബന്ധത്തിൽ നമുക്ക് വായിച്ച് കേൾക്കാവുന്നതാണ്. Timothy chapter 5 verse 17, let us read. നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെ, പ്രത്യേകം വചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കുന്നവരെ തന്നെ ഇരട്ടി മാനത്തിന് യോഗ്യരായി എണ്ണുക. ഇവിടെ ദൈവവചനം ശുശ്രൂഷിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാരെ അവരെ മാന്യരെന്ന് എണ്ണുവാനും അവരെ ആ നിലയിൽ കൈക്കൊള്ളുവാനുമാണ് അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസ് ലേഖനം എഴുതുമ്പോൾ ഓർമ്മപ്പെടുത്തുന്നത്. So while writing the epistle to Timothy, Apostle Paul reminds him that honor those who are leaders over you, those who are spiritual leaders over you. ദൈവ ജനത്തെ ആത്മീയ അധികാരത്തിൻ കീഴിൽ നിന്നുകൊണ്ട് ദൈവവചനത്തിൽ പറഞ്ഞതിന് അനുസരിച്ചുള്ള ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരുവാൻ, ആത്മീയമായ വളർച്ചയിലേക്ക് കൊണ്ടുവരുവാൻ അവർക്ക് ഇടയായി തീരണം.
So they must be able to stand under the spiritual authority and lead the people to the spiritual realms to which they ought to grow. എന്നാൽ അതേ അവസരത്തിൽ തന്നെ ദൈവത്തിന്റെ വചനത്തെ തെറ്റായി പഠിപ്പിക്കുന്ന ചില നേതാക്കന്മാരെങ്കിലും ഇന്ന് നമുക്ക് ക്രൈസ്തവ ലോകത്ത് കാണാൻ കഴിയും. അങ്ങനെ ഒരിക്കലും ആകരുത്. ദൈവവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ആ വചനത്തിനനുസരിച്ചുള്ള ആചാരാനുഷ്ഠാനങ്ങൾ മാത്രം ജനത്തെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ നമുക്കിടയായി തീരണം, അല്ലെങ്കിൽ അധ്യക്ഷന്മാർക്കിടയായി തീരണം. While speaking about that, we know that in Christendom there are leaders who mislead the flock, who lead them into false teachings. That should not happen. Where the leaders ought to lead the church, the people, only on according to the word of God. ഒരു ഭവനത്തിൽ പിതാവിനാണ് അധ്യക്ഷസ്ഥാനം, പ്രഥമ സ്ഥാനമുള്ളത്. In a family, it is the father who has the key authority or the chairman of the house. ഒരു ബിസിനസ് സ്ഥാപനത്തിൽ അതിന്റെ മേൽനോട്ടം വഹിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ആ ബിസിനസ് നടത്തുന്ന വ്യക്തിക്കാണ് അതിന്മേൽ പൂർണ്ണ അധികാരമുള്ളത്. In a business enterprise, it is the CEO or the leader of the business entity who has complete authority of the business. ഒരു രാജ്യത്തെ ഗവൺമെന്റ് ആണെങ്കിൽ അവിടെ എലക്ട് ചെയ്യപ്പെടുന്നതായ അതേ ആളുകൾ തിരഞ്ഞെടുക്കുന്ന പ്രധാനമന്ത്രി, അല്ലെന്നുണ്ടെങ്കിൽ അവിടെയുള്ളതായ രാജാവ്, ഏത് നിലയിലായാലും അങ്ങനെ ഭരണത്തിലായിരിക്കുന്ന വ്യക്തികളാണ് ഭരണചക്രം പിടിക്കുന്നത്, അവർക്കാണ് ഭരിക്കുവാൻ അധികാരമുള്ളത്. So in a country, the political establishment is governed by either democratically elected people or the kings of the nation who holds on to the authority of law and the rule over the land. അതുപോലെ തന്നെ സഭയോടുള്ള ബന്ധത്തിൽ നാം ചിന്തിക്കുമ്പോൾ ഒരു സഭയിലെ ആത്മീയ കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കുന്നതിനുള്ള അധികാരം ആ സഭയിലെ ആത്മീയ നേതാക്കൾക്ക് ഉണ്ടായിരിക്കണം. So likewise, when we think about a church, the spiritual leaders of the church should have the authority to take spiritual decisions for the church. ഈ വാക്കിന് അതെ അനുസരിക്കുക എന്നും കീഴ്പ്പെടുക എന്നുള്ളതിനുമൊക്കെ ന്യൂ കിങ് ജെയിംസ് വേർഷനിലും അതുപോലെ അമേരിക്കൻ സ്റ്റാൻഡേർഡ് വേർഷനും റിവൈസ് സ്റ്റാൻഡേർഡ് വേർഷനും ഒക്കെ നോക്കുമ്പോൾ അനുസരിക്കുക എന്ന ഒരു അർത്ഥമാണ് നമുക്ക് കൊടുത്തിരിക്കുന്നതായി കാണുവാൻ കഴിയുന്നത്. So when we look at the different translations and commentaries, we see that when we look at NKJV or KJV or American Standard Version, RSV, everywhere we can see that obey is the word that is being used. നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴ്പ്പെട്ടിരിപ്പീൻ എന്ന് പറയുമ്പോൾ ആ കീഴ്പ്പെടുക എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദത്തിന് ശ്രദ്ധിക്കുക, ശ്രവിക്കുക, അനുസരിക്കുക, വഴങ്ങുക തുടങ്ങിയ അർത്ഥങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. When it is written in English that is obey, the root word in Greek, it means that either listen carefully or obey or submit, or such meanings are being given. ആത്മീയ അധികാരങ്ങൾക്കും ആത്മീയ ഉപദേശങ്ങൾക്കും വഴങ്ങുക, സമർപ്പിക്കുക എന്നതൊക്കെ കൊണ്ടാണ് ഈ അർത്ഥത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. So the meaning that it describes is that submit yourself to spiritual authority, obey the spiritual authority. ഇവിടെ ഈ വാക്യത്തിൽ കാണാൻ കഴിഞ്ഞു, അവർ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിക്കുന്നു. ആ വിഷയമാണ് തുടർന്ന് നാം ചിന്തിക്കുവാനായി പോകുന്നത്. Here we see in this verse that they watch out for the souls. We are going to study about that. ഈ ആത്മീയ അധികാരങ്ങൾക്ക് അതേ കീഴിൽ ജനമായിരിക്കുമ്പോൾ തന്നെ അവർ അവരുടെ കീഴിലുള്ള ആത്മാക്കൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുകയും ജാഗരിക്കുകയും ചെയ്യുക, അതുപോലെ തന്നെ അവരെ പ്രബോധിപ്പിക്കുക, ഇതെല്ലാം ഈ അധ്യക്ഷന്മാരുടെ കടപ്പാടുകൾപ്പെട്ട കാര്യമാണ്. So we see the responsibilities or the duties of these spiritual leaders is that they ought to watch for their souls, the souls under their care.
or exhort them in spiritual matters. ദൈവവചനത്തിലുള്ളത് അത് അതുപോലെ തന്നെ പഠിപ്പിക്കുവാനാണ് ദൈവത്തിന്റെ വചനം ദൈവദാസന്മാരോട് ആവശ്യപ്പെടുന്നത്. The word of God requires of the servants of God to teach the word of God as it is. സഭാ അധ്യക്ഷന്മാരുടെ ജോലിയിൽപ്പെട്ട പ്രഥമ കാര്യം അവരെ ഭൗമിക കാര്യങ്ങൾക്കല്ല, പകരം ആത്മീയ കാര്യങ്ങൾക്കാണ് എപ്പോഴും ഊന്നൽ കൊടുക്കേണ്ടത്. The key responsibility of the spiritual leaders or the church leaders is that they ought to focus their attention to spiritual matters rather than physical things. എന്നാൽ ഇതിന് വിപരീതമായി ഇന്ന് ചില സഭകളിലെങ്കിലും സഭാധ്യക്ഷന്മാർ ആത്മീയ കാര്യങ്ങളെക്കാൾ കൂടുതലായി ഭൗമികമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഊന്നൽ കൊടുക്കുകയും സാമ്പത്തികമായിട്ടുള്ള വരുമാനങ്ങൾക്ക് വേണ്ടി നോക്കുകയും അത് സ്വന്തം പേരിലാക്കി അങ്ങനെ വിവിധ കാര്യങ്ങൾ നാം ഇന്ന് കണ്ടുവരുന്നുണ്ട്. Contrary to this, at least in some churches, we see that the leaders are paying more attention to the things of the world, getting probably more property or money under their name, or these kind of the diversions have happened for them. അതേ അവസരത്തിൽ തന്നെ തിരുവചനം പഠിക്കുമ്പോൾ സഭയിൽ വരുന്നായ അത്യാവശ്യമുള്ളവരെ സഹായിക്കുവാനും അവർക്ക് വേണ്ട കരങ്ങൾ കൊടുക്കുവാനും ഇടയായി തീരണമെന്ന് തന്നെ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. The word of God reminds us that we need to help people who are needy within our communities. ഉദാഹരണത്തിന് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം പ്രാരംഭ അധ്യായങ്ങളിൽ നാം കാണുന്നുണ്ട്, സഭയിലുള്ളതായ വിധവമാരെ മാനിക്കുവാനും അവർക്ക് വേണ്ടതായ കൈത്താങ്ങൽ കൊടുക്കുവാനും ഒരു കൂട്ടരെ അവിടെ നേതാക്കന്മാർ തന്നെ തിരഞ്ഞെടുത്താക്കുന്നു. So we see that in the early chapters of the Acts of Apostles, the leaders have appointed a group of people to honor the widows inside the church, to take care of them. അപ്പോസ്തല പ്രവൃത്തി 11:30 വാക്യം കൂടെ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ നമുക്കൊന്ന് വായിച്ചു കേൾക്കാവുന്നതാണ്. In this context, we can read Acts of Apostles chapter 11 verse 30. അവർ അത് നടത്തി ബർന്നബാസിന്റെയും ശൗലിന്റെയും കയ്യിൽ മൂപ്പന്മാർക്ക് കൊടുത്തയച്ചു. ഇവിടെ സാമ്പത്തികമായിട്ടുള്ള കളക്ഷൻ അവരെടുത്ത് മൂപ്പന്മാരുടെ കൈവശം അത്യാവശ്യത്തിന് വേണ്ടി കൊടുത്തയക്കുന്നതാണ് നമ്മൾ വായിച്ചു കേട്ടത്. So we can see here that they made a financial collection and they handed it over to the elders and sent it to a needy church. ചാരിറ്റി പ്രവർത്തനങ്ങൾ പലപ്പോഴും സഭകൾ ചെയ്യാറുണ്ട്. അത് ദൈവവചന പ്രകാരമാണെന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയും. So we often do charitable works in the church, and from this verse we know that this is according to the word of God. പക്ഷെ അതേ സമയത്ത് തന്നെ വീണ്ടും പറയട്ടെ, എല്ലാ മേലധ്യക്ഷന്മാരും സഭാ അധ്യക്ഷന്മാരും പ്രാഥമികമായി ഊന്നൽ കൊടുക്കേണ്ടത് ഓരോ അംഗങ്ങളുടെയും ആത്മീയ വളർച്ചയിലും അതിനോടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കണം. But the primary focus of all spiritual leaders in the church is towards the spiritual growth of the members. അതേ അവസരത്തിൽ തന്നെ വിശ്വസ്തരായ മനുഷ്യരെ അവരുടെ പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കുകയും അവരെ ആത്മീയമായി വളർത്തുന്നതിന് ആവശ്യമായ കൈത്താങ്ങൽ അധ്യക്ഷന്മാർ കൊടുക്കുകയും ചെയ്യണം. At the same time, the spiritual leaders have to give due honor to those who work hard and those who are sincere in their work towards the Lord. ദൈവത്തിന്റെ ദാസന്മാർ എപ്പോഴും തങ്ങളുടെ കീഴിലുള്ള ആടുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. They ought to pray for the flock under the care their believers. അവരുടെ കീഴിലുള്ള വിശ്വാസികളുടെ കണക്ക് ദൈവത്തിൽ അവർ കൊടുക്കേണ്ടവരാണ്. അതുകൊണ്ട് നിശ്ചയമായും അവരെ ഓർത്ത് അവരുടെ വിഷയത്തിൽ ആത്മാർത്ഥതയോടെ ദൈവദാസന്മാർ പ്രാർത്ഥിക്കാറുണ്ട്. They have to give an account of the souls under their care. Hence, they ought to sincerely pray for the believers who are under their care. അധ്യക്ഷന്മാരെ, പ്രത്യേകിച്ച് ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ട അധ്യക്ഷന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ തീത്തോസിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന് 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. തീത്തോസ് 1:5 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. So when we look at
Titus chapter 1 verse 5 to 9, we see how we ought to select the leaders or the elders in the church. ഞാൻ ക്രേത്തയിൽ നിന്നെ വിട്ടേച്ചു പോന്നത് ശേഷിച്ച കാര്യങ്ങളെ ക്രമത്തിലാക്കേണ്ടതിനും ഞാൻ നിന്നോട് ആജ്ഞാപിച്ചതുപോലെ പട്ടണം തോറും മൂപ്പന്മാരെ ആക്കി വെക്കേണ്ടതിനും തന്നെ. മൂപ്പൻ കുറ്റമില്ലാത്തവനും ഏക ഭാര്യയുള്ളവനും ദുർനടപ്പിന്റെ ശ്രുതിയോ അനുസരണക്കേടോ ഇല്ലാത്ത വിശ്വാസികളായ മക്കളുള്ളവനും ആയിരിക്കണം. അധ്യക്ഷൻ ദൈവത്തിന്റെ ഗൃഹവിചാരകനാകിയാൽ അനിന്ദ്യനായിരിക്കണം. തന്നിഷ്ടക്കാരനും കോപിയും മദ്യപ്രിയനും തല്ലുകാരനും ദുർലോഭമോഹിയും അരുത്. അതിഥിപ്രിയനും സൽഗുണപ്രിയനും സുബോധശീലനും നീതിമാനും നിർമ്മലനും ജിതേന്ദ്രിയനും പത്യോപദേശത്താൽ പ്രബോധിപ്പാൻ വിരോധികൾക്ക് ബോധം വരുത്തുവാനും ശക്തനാകേണ്ടതിന് ഉപദേശപ്രകാരമുള്ള വിശ്വാസ്യ വചനം മുറുകെ പിടിക്കുന്നവനും ആയിരിക്കണം. ദൈവത്തിന്റെ വചനം മുറുകെ പിടിച്ച് അതിൽ വേണ്ടതായ ആത്മീയ അർത്ഥങ്ങൾ ഏറ്റെടുത്ത് മറ്റുള്ളവർക്ക് മാതൃകയുള്ള ഒരു ജീവിതം കാഴ്ചവെക്കുന്നവരായിരിക്കണം അധ്യക്ഷൻ എന്നാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. Here we see that the spiritual leader must follow the word of God and must be able to set forth an example before others. ഇവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞതുപോലെ സഭാധ്യക്ഷൻ തല്ലുകാരനാകരുത്. അപ്പോൾ തല്ലുണ്ടാക്കുന്ന കൂട്ടത്തിലെ നേതാവായ ഒരു നേതാവാണ് ഒരു സഭയുടെ നേതാവെങ്കിൽ ബാക്കിയുള്ളവർ ആ നേതാവിന്റെ ബാക്കി അടിയുണ്ടാക്കുന്നവരും വഴക്കുണ്ടാക്കുന്നവരുമായിരിക്കും. അതുകൊണ്ട് എല്ലായ്പ്പോഴും ആത്മീയ കാര്യങ്ങൾക്ക് ഒരു നല്ല കീഴ്വഴക്കം ഉണ്ടാകണം എന്നാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് തീത്തോസിനോട് പറയുന്നത്. So there should be a certain protocol for all spiritual matters. The leader himself should not be quarrelsome. If the leader is quarrelsome, there everybody else could be creating quarrels and troubles there. So there should be a certain spiritual norm that need to be formed and followed inside the church. ദൈവത്തിന്റെ ദാസന്മാരെ കുറിച്ച് പറയുമ്പോൾ തന്നെ അവരുടെ കീഴിലുള്ള വിശ്വാസികളോടുള്ള ബന്ധത്തിൽ പറയുന്ന പ്രധാന ചിന്തയിലേക്കാണ് നാം ആ വാക്യത്തിന്റെ അവസാന ഭാഗത്ത് വരുന്നത്. So when we come towards the last portion, we will see that in context of the believers what is being spoken. നിങ്ങളെ ആത്മീയ കാര്യങ്ങൾ നടത്തുന്നവർ സന്തോഷത്തോടെ നിങ്ങളുടെ സഭകളിൽ ശുശ്രൂഷിക്കുവാൻ തക്കവണ്ണം നാം അവർക്ക് അവസരം ഒരുക്കേണ്ടതാണ്. So we need to make opportunities for our leaders so that they can joyfully serve us within our churches. ദൈവത്തിന്റെ ദാസന്മാർ ഒരിക്കലും ഞരങ്ങിക്കൊണ്ട് ശുശ്രൂഷിപ്പാൻ ഇടവരുത്തരുത്. അവർ ഞരങ്ങേണ്ടി വന്നാൽ ദൈവം അത് തന്റെ ഓർമ്മയുടെ പുസ്തകത്തിൽ അത് രേഖപ്പെടുത്തുകയും അത് നമുക്ക് അത് തിന്മയ്ക്കായി അനുഗ്രഹത്തിന് പകരം ശാപത്തിനിടയായി തീരും എന്ന് നാം ഓർത്തിരിക്കണം. The servants of God should not be serving the church groaning. If they are made to groan, then the Lord will write it in the book of remembrance. And so instead of being a blessing, that could result in a curse for us. That should not be the way. എബ്രായ ലേഖനം 13:18 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിലേക്ക് നാം ശ്രദ്ധിക്കാൻ പോവുകയാണ്. അവിടെ ഒരു ഉപസംഹാര പ്രാർത്ഥനയാണ് നാം കാണുന്നത്. So we can see the word of final exhortation and prayer from verse 20 onwards. മിക്ക ലേഖനങ്ങളുടെയും അവസാനം ഈ നിലയിൽ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്ന പൗലോസിനെ നമുക്ക് കാണാൻ കഴിയും. ഈ ലേഖനത്തിന്റെ ലേഖനകർത്താവ് പൗലോസ് ആണെന്നുള്ളതിന് വ്യത്യസ്ത അഭിപ്രായം ഉള്ളത് കൊണ്ട് ഒരുപക്ഷെ പൗലോസ് ആണെങ്കിൽ തന്നെ അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ് ആ ജനത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി. We can often see St. Paul concluding his epistles with prayer, although there is a difference of opinion about who is the author of this epistle, but we see that the author is finishing with prayer and a blessing and benediction for the church. പലപ്പോഴും സഭാ നേതാക്കന്മാർ സഭയ്ക്ക് വേണ്ടതായ ലേഖനങ്ങൾ എഴുതുമ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ അവർ രേഖപ്പെടുത്താറുണ്ടെങ്കിലും ഇതുപോലെ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്ന ലേഖനങ്ങൾ അവർ എഴുതാറില്ല. പക്ഷെ നോക്കുക, വളരെ ഉത്തമ ഉദാഹരണമായി ദൈവജനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന മിക്ക ലേഖനങ്ങളുടെ അവസാനം അവരെ ആശംസിച്ചുകൊണ്ട്, അവരെ പ്രാർത്ഥിച്ചുകൊണ്ട്, അവർ അനുഗ്രഹിക്കപ്പെടേണ്ടതിനായി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് അവസാനിപ്പിക്കുകയാണ്. When often the leaders of the church write pastoral letters
they often mention about all the big matters in the letter, but do not conclude with prayer. But here you see, when the epistles were written in the word of God, we see that the authors always conclude with benediction and prayer for the church. 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ തുടർന്ന് നമുക്ക് വായിച്ചു കേൾക്കാം. We may read from verse 18 to verse 23. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. സകലത്തിലും നല്ലവരായി നടപ്പാൻ ഇച്ഛിക്കൊണ്ട് ഞങ്ങൾക്ക് നല്ല മനസാക്ഷി ഉണ്ടെന്ന് ഞങ്ങൾ ഉറച്ചിരിക്കുന്നു. എന്നെ നിങ്ങൾക്ക് വേഗത്തിൽ വീണ്ടും കിട്ടേണ്ടതിന് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ വിശേഷാൽ അപേക്ഷിക്കുന്നു. നിത്യനിയമത്തിന്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനായ നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തിയ സമാധാനത്തിന്റെ ദൈവം നിങ്ങളെ അവന്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദമുള്ളത് യേശുക്രിസ്തു മുഖാന്തരം നമ്മിൽ നിവർത്തിക്കുമാറാകട്ടെ. അവന് എന്നേക്കും മഹത്വം. ആമേൻ. 18-ാം വാക്യത്തിൽ നാം കാണുന്നത് നല്ല പ്രവൃത്തികളിൽ തികഞ്ഞു വരണം, കൂടാതെ എഴുത്തുകാരൻ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അപേക്ഷിക്കുകയാണ്. So here we say in verse 18 that we need to become perfect in all good deeds. And along with that, the author is asking that prayer for himself. ആത്മീയ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവരെ ഓർത്ത് ദൈവജനം എപ്പോഴും പ്രാർത്ഥിക്കുവാൻ കടമപ്പെട്ടവരാണ്. So God's people must always pray for the spiritual leaders. We are duty bound for that. ദൈവത്തിന്റെ വചനം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സാത്താൻ ഒരു തടസ്സവും ഉണ്ടാക്കാതെ ശുശ്രൂഷകൾ അനുഗ്രഹമായി തീരേണ്ടതിനായിട്ട് ദൈവജനം പ്രാർത്ഥിക്കണം. The people of God ought to pray that the devil will not create any obstacle for the word of God, and the ministry of the word will be conducted smoothly. ആത്മീയ ശുശ്രൂഷകൾ പ്രത്യേകിച്ച് വിവിധ സ്ഥലങ്ങളിൽ പുതുതായി കടന്നു ചെന്ന് ശുശ്രൂഷകൾ നടത്തുന്ന ദൈവദാസന്മാർ അവിടെയൊക്കെ പീഡനങ്ങൾ, പ്രയാസങ്ങൾ, കഷ്ടങ്ങൾ ഒക്കെ കടന്നു വരുമ്പോൾ അതിന് മധ്യത്തിൽ പതറിപ്പോകാതിരിക്കാൻ നാം അവരെ ഓർത്ത് പ്രാർത്ഥിക്കേണ്ടതാണ്. We ought to pray for the pioneer leaders, that when they face persecution, they will not fumble or be scattered there. പൗലോസ് ഇവിടെ പറയുകയാണ്, അല്ലെങ്കിൽ ഈ ലേഖനകർത്താവ് ഇവിടെ ഓർപ്പിക്കുകയാണ്, ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. മറ്റ് ചില വേദഭാഗങ്ങളിലും അതേ വിശേഷാൽ പൗലോസ് തന്നെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത് ദൈവജനത്തെ നമുക്ക് കാണാൻ കഴിയും. We can see in the word of God that Saint Paul, as well as the author of this epistle, they are requesting for prayer, as in many other epistles. എഫേസ്യ ലേഖനം 6:18, 1 തെസ്സലോനിക്ക ലേഖനം 5:25 എന്നീ വാക്യങ്ങളാണ് നാം വായിച്ചു കേൾക്കാനായി പോകുന്നത്. We're going to read from Ephesians chapter 6 verse 18, as well as 1 Thessalonians chapter 5 verse 25. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പീൻ. പൗലോസ് തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എഫേസ്യ സഭയോട് ആവശ്യപ്പെടുമ്പോൾ തന്നെ സകല വിശുദ്ധന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഏത് നേരത്തും പ്രാർത്ഥിക്കണം, ആത്മാവിൽ പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥന വളരെ ശക്തിയുള്ളതാണ്. So while Paul is seeking prayer for himself, he is also soliciting prayer for all the saints. At all times we need to pray, and we must pray earnestly. This prayer has tremendous power. 1 തെസ്സലോനിക്കർ 5:25. സഹോദരന്മാരെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. ഇവിടെ പൗലോസ് അവിടെയും പറയുന്നത് അത് തന്നെയാണ്. സഹോദരന്മാരെ, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. ശുശ്രൂഷയിലായിരിക്കുമ്പോൾ, ആത്മീയ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ, വിവിധ സ്ഥലങ്ങളിൽ സന്ദർശിക്കുമ്പോൾ, പുതിയ വേലസ്ഥലങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ, അവിടെയെല്ലാം പ്രാർത്ഥനയുടെ സപ്പോർട്ട് അത്യന്താപേക്ഷിതമാണ്. എങ്കിൽ മാത്രമേ അതേ ദൈവകൃപയോടെ ആ സ്ഥലങ്ങളിൽ കർത്താവിന് വേണ്ടി ശക്തമായി മുന്നേറുവാൻ കഴിയുകയുള്ളൂ. So here as well, Saint Paul is asking for prayer. So for spiritual leaders, for those who are doing pioneering work, for those who are doing ministry unto the Lord, they need spiritual support being provided through prayer, and that's indispensable. 19-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ തുടർന്ന് മറ്റൊരു പ്രാർത്ഥനാ വിഷയം തന്നെ ഇവിടെ ലേഖനകർത്താവ് ഓർമ്മപ്പെടുത്തുകയാണ്.
Verse 19, again, one more prayer subject is being reminded there by the author. ആ വാക്യം ഇങ്ങനെയാണ്: എന്നെ നിങ്ങൾക്ക് വേഗത്തിൽ വീണ്ടും കിട്ടേണ്ടതിന് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് ഞാൻ വിശേഷാൽ അപേക്ഷിക്കുന്നു. So it is written that you may pray that I may be restored to you sooner. ഈ വാക്യം സൂചിപ്പിക്കുന്നത് ലേഖനകർത്താവ് ഒരിക്കൽ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു, അദ്ദേഹം മടങ്ങി വരും എന്ന് ഇപ്പോൾ അവർ പ്രതീക്ഷയോടെ ആയിരിക്കുകയാണ്. This verse indicates that the author was once among them and they are expecting that he will return back to them. ഇപ്പോൾ അവരെ വന്ന് കാണുന്നതിന് ചില ബുദ്ധിമുട്ടുകളുണ്ട്, ചില തടസ്സങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ചിലപ്പോൾ ഒരുപക്ഷെ ലേഖനകർത്താവ് തടവിലായതാണോ അതിന്റെ പിന്നിലുള്ള കാര്യം എന്ന് വേദപഠിതാക്കൾ സംശയിക്കുന്നു. So we see that there are certainly some obstacles that prevents the author from coming and seeing them. So the scholars believe that it might be that the author was in a prison. ഏതായാലും ഈ ലേഖനം അവസാനിപ്പിക്കുന്ന സമയത്ത് ശക്തമായ ആത്മവിശ്വാസത്തോടെ പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ച് അദ്ദേഹം തന്റെ വായനക്കാരെ ഓർമ്മപ്പെടുത്തുകയാണ്. But towards the end of this epistle, with a tremendous confidence, he is reminding his readers about the power of prayer. ലേഖനങ്ങളിലൊക്കെ നാം പലപ്പോഴും കാണുന്നത് പോലെ ഈ സമാപന അധ്യായത്തിലെ അവസാന വാക്യങ്ങൾ രചയിതാവിന്റെ ചില ആത്മീയ നിർദ്ദേശങ്ങൾ തുടർന്ന് അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട്. As in other epistles, we see that there are certain spiritual directions being given by the author in the concluding verses of this epistle as well. അതുകൊണ്ട് നാം അവിടെ കാണുന്നത് സമാധാനത്തിന്റെ ദൈവത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ദൈവം സമാധാനം നൽകി അനുഗ്രഹിക്കുന്ന ദൈവമാണ്. We see that our God is a God of peace. He grants us peace and blesses us. ഇന്ന് രാത്രിയിൽ അസമാധാനത്തിൽ ആരെങ്കിലും ദൈവത്തിന് സന്നിധിയിലായിരിക്കുന്നെങ്കിൽ ദൈവത്തിന് മാത്രമേ നിങ്ങൾക്ക് സമാധാനം നൽകാൻ കഴിയുള്ളൂ. അവന്റെ സമാധാനമാണ് നിലനിൽക്കുന്ന സമാധാനം. Tonight, if any one of us is lacking peace, it is only God who can restore peace unto us. And it is only the peace of God that remains forever. ലോകത്തിൽ അസമാധാനമുള്ളപ്പോൾ തന്നെ ദൈവം നമുക്ക് സമാധാനം നൽകുമ്പോൾ തന്നെ ദൈവവുമായി മനുഷ്യനിൽ സമാധാനത്തിലായി തീരുക, സന്തോഷത്തിലായി തീരുക എന്നതും വളരെ പരമപ്രധാനമായ കാര്യമാണ്. So while there is peacelessness in the world and the Lord gives us peace, at the same time it is very important that man should be reconciled and have peace with God. പിതാവാം ദൈവത്തെ ഇവിടെ അഭിസംബോധന ചെയ്യുന്നത് കർത്താവായ യേശുവിനെ മരിച്ചവരുടെ നിന്ന് മടക്കി വരുത്തിയ സമാധാനത്തിന്റെ ദൈവം എന്നാണ്. So here Father God is being addressed as the God of peace who brought up our Lord Jesus from the dead. റോമാലേഖനം 1:4 വാക്യം അതിനുള്ള ബന്ധത്തിൽ നമുക്കൊന്ന് വായിച്ച് ചിന്തിക്കാവുന്നതാണ്. Romans chapter 1 verse 4 we may read in this context. നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. അപ്പോൾ കൃപയും സമാധാനവും നമുക്ക് ലഭിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും പിതാവാം ദൈവത്തിൽ നിന്നും. ഇത് പൗലോസ് തന്റെ ലേഖനത്തിൽ പലയിടത്തായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് നമുക്ക് കാണുവാൻ കഴിയും. Grace and peace we receive from our Lord Jesus Christ and God the Father. And Paul has used it several times in his epistles. ദൈവത്തിലായിരിക്കുന്ന ദൈവമക്കളെ, നമുക്ക് ഈ നാളിൽ ഏറ്റവും ആവശ്യമായിരിക്കുന്ന ദൈവത്തിന്റെ സമാധാനവും ദൈവത്തിന്റെ കൃപയും തന്നെയാണ്. Dear children of God, what we need the most these days is the peace of God and the grace of God. ഇവിടെ എബ്രായ വിശ്വാസികൾക്ക് ഈ ലേഖനം എഴുതുമ്പോൾ മറ്റെന്തിനേക്കാൾ ഉപരിയായി അവർ യേശുവിനെ വിലമതിക്കണം, യേശുവിനോട് ചേർന്ന് നിൽക്കണം, ഒരിക്കലും കർത്താവിൽ നിന്ന് അകന്നു പോകരുത് എന്ന് ഈ വാക്യങ്ങളെല്ലാം ധ്വനിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. So while this epistle is being written to the Hebrew believers, it is being emphasized that they must give uttermost importance to the Lord Jesus Christ, and they should not depart from the Lord Jesus Christ. ഇവിടെ
നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് 20-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നിത്യനിയമത്തിന്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രസ്താവിക്കുന്നത് കാണുവാൻ കഴിയുന്നു. So when we come to verse 20, we can see the great shepherd of the sheep through the blood of everlasting covenant, the Lord Jesus Christ. ദൈവവചനത്തിൽ സഭയിൽ ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാരെ ഇടയന്മാരായി പറഞ്ഞിട്ടുണ്ടെങ്കിലും യേശുക്രിസ്തു മാത്രമാണ് നമ്മുടെ ഏറ്റവും ശ്രേഷ്ഠ വലിയ ഇടയൻ. So while the spiritual leaders in the church are mentioned as shepherds, it is only the Lord Jesus Christ who is our chief shepherd. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 11-ാമത്തെ വാക്യം, 1 പത്രോസ് ലേഖനം 5-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം എന്നീ വാക്യങ്ങൾ നാം കാണുമ്പോൾ അവിടെ യേശു തന്നെ അതേ വലിയ ഇടയൻ എന്നത് ക്ലെയിം ചെയ്യുന്നത് വിശേഷാൽ യോഹന്നാന്റെ സുവിശേഷം 10-11 നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. John's Gospel, chapter 10, verse 11, as well as 1 Peter, chapter 2, verse 25, we can see that Jesus Christ makes the claim that he is the chief shepherd. ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. യേശു പറയുകയാണ്, ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. ആടുകൾക്ക് വേണ്ടി ജീവൻ നൽകിയ നമ്മുടെ വലിയ ഇടയനായ യേശുവിനെ യേശു തന്നെ പരിചയപ്പെടുത്തുകയാണ്. The Lord Jesus said that I am the good shepherd, and the good shepherd gives his life for the sheep. So the Lord Jesus introduced himself as the good shepherd who gave his life for the sheep. 1 പത്രോസ് 5:4 കൂടെ. എന്നാൽ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും. ഇവിടെ യേശുവിനെ കുറിച്ച് പറയുന്നത് ഇടയ ശ്രേഷ്ഠൻ എന്നാണ്. ശ്രേഷ്ഠനായ ഇടയൻ അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. So 1 Peter chapter 5 verse 4, we read that Jesus Christ is the chief shepherd, and so our Lord Jesus alone is the chief shepherd. ആടുകളുടെ വലിയ ഇടയൻ ഒരിക്കലും പത്രോസ് അല്ല, പത്രോസിന്റെ പിൻഗാമി എന്ന് ചിലർ വിശ്വസിക്കുന്ന പോപ്പല്ല. ആടുകളുടെ വലിയ ഇടയൻ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. അവനാണ് രക്തം നൽകിയത്, ജീവൻ നൽകിയത്. So the chief shepherd is not Peter, neither the one who inherited from Peter, those who believe that the descendant of Peter is Pope. Even Pope is not the key shepherd. It is the Lord Jesus who gave his life for the sheep. He is the key shepherd, the chief shepherd. 20-ാം വാക്യം പ്രാരംഭ ഭാഗത്ത് നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, നിത്യ നിയമത്തിന്റെ രക്തത്താൽ എന്നതിന്റെ അർത്ഥം യേശുവിന്റെ രക്തം ശാശ്വതമായ ഒരു ഉടമ്പടിയുടെ രക്തമാകുന്നു എന്നാണ്. So we see that the blood of Jesus Christ is the blood of an eternal covenant. നാം മുൻപ് ചിന്തിച്ചതുപോലെ പഴയ നിയമം താൽക്കാലികമായിട്ടുള്ള ഒരു ക്രമീകരണമായിരുന്നു. We see that the Old Testament was a temporary arrangement. എന്നാൽ പുതിയ നിയമത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് ശാശ്വതമാണ്, ഒരിക്കലും മാറ്റി സ്ഥാപിക്കപ്പെടാതെ നിലനിൽക്കുന്നതാണ്. But we see that the New Testament is eternal and it is established forever. മത്തായി സുവിശേഷം 26-28 വാക്യം. Matthew chapter 26 verse 28. ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എന്റെ രക്തം. യേശു കർത്താവിന്റെ മേശയുള്ള ശുശ്രൂഷ നടക്കുന്ന സമയത്ത് തന്റെ രക്തത്തെ പ്രതിദാനം ചെയ്യുന്ന വീഞ്ഞ് എടുത്തിട്ട് പറയുകയാണ്, ഇത് അനേകരുടെ പാപങ്ങളെ അതെ മാറ്റുവാൻ കഴിയുന്ന, ആ പാപങ്ങളെ മോചിപ്പിക്കുവാൻ കഴിയുന്ന അവന്റെ രക്തമാണ്. So Jesus Christ took the wine during the Last Supper and he said that this symbolizes the blood that can remove the sins of many, the blood of Jesus. നിത്യ നിയമത്തിന്റെ രക്തം എന്ന് പറയുമ്പോൾ ശാശ്വതമായി നിലനിൽക്കുന്ന യേശുവിന്റെ രക്തത്തിലുള്ള ഒരു ഉടമ്പടിയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. So when it is written that this is the blood of the eternal covenant, we know that this is an everlasting covenant in the blood of Jesus Christ.
21-ാമത്തെ വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, സമാധാനത്തിന്റെ ദൈവം നിങ്ങളെ അവന്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദമുള്ളത് യേശുക്രിസ്തു മുഖാന്തരം നമ്മൾ നിവർത്തിക്കുമാറാകട്ടെ. അവൻ എന്നേക്കും മഹത്വം. ആമേൻ എന്നാണ് ആ ഭാഗം അവസാനിപ്പിക്കുന്നത്. So here that verse ends by saying that let there be may the Lord make you complete in every good work to do his will, working to you what is well pleasing in his sight through Jesus Christ, to whom be glory forever and ever. Amen. ദൈവത്തിന്റെ മക്കൾ എല്ലായ്പ്പോഴും ആ നല്ല പ്രവർത്തികൾ ചെയ്യുവാനും ദൈവത്തിന്റെ ഇഷ്ടം ചെയ്തു കാണുവാനും ദൈവം ആഗ്രഹിക്കുന്നു. God desires of his children that they must do the will of God and they must do good deeds. അങ്ങനെ ചെയ്യുമ്പോഴാണ് അവർ ദൈവമക്കളായി തീരുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് അത് ദൈവത്തിന് പ്രസാദകരമായി തീരുന്നത്. It is only when they do that they become the children of God, and it's only when they do that they are pleasing unto the Lord. എബ്രായ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവർ പൂർണ്ണമായി യേശുക്രിസ്തുവിലായിരുന്നു, പുതിയ നിയമമായി നല്ല ബന്ധമായിരുന്നു. പക്ഷെ ഇപ്പോൾ പുതിയ നിയമത്തിൽ അല്പാൽപമായി അകലുന്ന ഒരു അനുഭവത്തിലാണല്ലോ ഇപ്പോൾ അവർ ആയിരിക്കുന്നത്. So about the Hebrew believers, they were once in Christ Jesus. They had a great relationship with the Lord. But now we saw that they were slowly departing from the New Testament. അതുകൊണ്ട് ഈ ലേഖനം ഇവിടെ അവസാനിപ്പിക്കാൻ തുടങ്ങുമ്പോൾ അവരെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അവർ ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കുവാനും അവൻ പക്വത പ്രാപിപ്പാനും അവൻ പ്രാർത്ഥിച്ച് ഉപസംഹരിക്കുകയാണ്. So we see that when this epistle is being concluded, he is handing them over to the Lord in prayer that they may remain stable, and he extends his benediction for them. ക്രിസ്തുവിനെ അനുഗമിക്കുന്ന എല്ലാവരും അവന്റെ ഇഷ്ടം ചെയ്യുവാൻ, ദൈവത്തിന്റെ ഹിതം ചെയ്യുവാൻ ശ്രമിക്കണം. അതിനുവേണ്ടി സമർപ്പിക്കപ്പെട്ടവരായിരിക്കണം. Those who follow Christ, they must be able to do the will of God, for which they ought to submit themselves, and they must strive hard for it. ഈ സമാപന അധ്യായത്തിന്റെ സമാപന ചിന്തകളിൽ നാം ആയിരിക്കുമ്പോൾ തന്നെ കർത്താവായ യേശു ക്രിസ്തു കടന്നു പോകുന്ന സമയത്ത് സമാപനമായി പറഞ്ഞ അതിപ്രധാനപ്പെട്ട ഒരു വാക്യമാണ് മത്തായി സുവിശേഷം 28-20 വാക്യം. ആ വാക്യത്തിൽ അവൻ തന്റെ ഹിതം തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞിട്ട് പോവുകയാണ്. So while we are in the final verses of this final chapter, it is also important for us to know one of the final messages that the Lord Jesus gave to his disciples in Matthew chapter 28 verse 20. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് അരുളിച്ചെയ്തു. തന്റെ സ്വർഗാരോഹണത്തിന് മുമ്പ് കർത്താവായ യേശു ക്രിസ്തു പറയുകയാണ്, ഞാൻ നിങ്ങളോട് ഉപദേശിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം നിങ്ങൾ അതേ മറ്റുള്ളവരോട് അത് ഉപദേശിക്കണം, മറ്റുള്ളവരെ ശിഷ്യരാക്കി തീർക്കണം. So before the Lord Jesus ascended unto heaven, he told his disciples that whatever I have instructed you, you teach others to follow it completely. അപ്പോൾ ദൈവത്തിന്റെ ഹിതം അറിഞ്ഞ് ദൈവത്തെ പ്രസാദിപ്പിക്കുക, അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പരമപ്രധാനമായ കാര്യമാണ്. അതാണ് ഈ ലേഖനത്തിൽ പറഞ്ഞ് ലേഖനം അവസാനിപ്പിക്കുന്നത്. To know the will of God and to please God is of uttermost importance in our life, and that's exactly what the author of this epistle mentions and would like to conclude. എബ്രായ ലേഖനം 13-22 മുതൽ 25 വരെയുള്ള വാക്കുകൾ സമാപന പ്രബോധന വാക്കുകളാണ്. So the verses of chapter 13 verse 22 to 25, they are words of final exhortation. ഇതുവരെ നാം കണ്ടതുപോലെ അവരെ പ്രാർത്ഥിച്ചു, അവരെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു, ദൈവഹിതത്തിനായിട്ട് അവരെ സമർപ്പിച്ചു, അവർ തെറ്റിപ്പോകാതിരിക്കാൻ ഉറച്ചു നിൽക്കേണ്ടതിനായിട്ട് ആത്മീയ പക്വതയ്ക്കായിട്ട് വേണ്ടി പ്രാർത്ഥിച്ചു. അതിനുശേഷം ചില സമാപന പ്രബോധനങ്ങൾ ചിന്തകളോട് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. So we see that they were given into the hand of the Lord in prayer. It was prayed that they will stay stable as well as they will grow in spiritual maturity. And along with that,
there are some concluding words that is being mentioned here. 22ാമത്തെ വാക്യം നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, സഹോദരന്മാരെ ഈ പ്രബോധന വാക്യം പൊറുത്തുകൊള്ളുവീൻ എന്ന് അപേക്ഷിക്കുന്നു, ചുരുക്കമായിട്ടല്ലോ ഞാൻ എഴുതിയിരിക്കുന്നത്. So in verse 22 we see that I appeal to you, brethren, bear with the word of exhortation, for I have written to you in few words. താൻ എഴുതിയ പ്രബോധന ചിന്തകൾ ഏറ്റെടുക്കുവാൻ എഴുത്തുകാരൻ വായനക്കാരോട് അഭ്യർത്ഥിക്കുകയാണ്. So the author is appealing unto the readers to receive his words of exhortation. പല പ്രബോധന ചിന്തകൾ ഈ ലേഖനത്തിൽ നാം കണ്ടു. 13:13, 3:13, 10:25 തുടങ്ങിയ പല വാക്യങ്ങളിലും പല പ്രബോധന ചിന്തകൾ അദ്ദേഹം നൽകി. അവയെല്ലാം തന്നെ അവരേറ്റെടുക്കണമെന്നും അതനുസരിക്കണമെന്നും അദ്ദേഹം ആഗ്രഹിക്കുന്നു. So he has given many words of exhortation in this epistle. For example, chapter 13, verse 13, chapter 3, verse 13, chapter 10, verse 25, chapter 12, verse 5. These are all verses of exhortation. And he is appealing unto them that receive those words of exhortation and follow them. ഈ പ്രബോധനം ക്ഷമയോടെ ഏറ്റെടുക്കുവാൻ അവരോട് പറയുന്നതിന് പിന്നിൽ ഒരു പ്രധാന ആത്മീയ ചിന്തയുണ്ട്. There is a very important spiritual thought behind appealing unto them to receive this exhortation. ഇന്ന് ക്രിസ്തീയ ലോകത്ത് നാം നോക്കുമ്പോൾ പലപ്പോഴും ആളുകൾ അവരുടെ തെറ്റുകുറ്റങ്ങൾ വ്യക്തമായി ചൂണ്ടിക്കാണിക്കുന്ന ആത്മീയ ഉപദേശങ്ങളെയും വ്യക്തികളെയും അംഗീകരിക്കാറില്ല. So in Christian world, we often see that people do not want to accept any message that points out to their faults or mistakes. എന്നാൽ വളരെ ചുരുക്കം പേർ മാത്രമാണ് അങ്ങനെ തെറ്റുകളും കുറ്റങ്ങളും ചൂണ്ടിക്കാണിക്കുമ്പോൾ അങ്ങനെ ഒരു തെറ്റ് എന്റെ ജീവിതത്തിലുണ്ടെന്നും അങ്ങനെ ഒരു ക്രോശം എന്റെ ജീവിതത്തിലുണ്ടെന്നും മനസ്സിലാക്കി അവ ജീവിതത്തിൽ തിരുത്തലുകൾ വരുത്തുവാൻ താല്പര്യപ്പെടാറുള്ളത്. There are very few people who are desirous of bringing forth a correction in their lives when their mistakes or errors are being pointed out. 2 തിമോഥെയോസ് ലേഖനം 4-ാം 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ഈ ചിന്തയോടനുബന്ധിച്ച് നമുക്കൊന്ന് വായിച്ചു കേൾക്കാവുന്നതാണ്. Let us read from 2 Timothy chapter 4 verse 2 to 5. വചനം പ്രസംഗിക്കുക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക, സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്കുക, തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്കുക. അവർ പഥ്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടക്കന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരികുകയും ചെയ്യുന്ന കാലം വരും. നീയോ സകലത്തിലും നിർമ്മതനായിരിക്കുക, കഷ്ടം സഹിക്കുക, സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക, നിന്റെ ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കുക. അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസ് ലേഖനം എഴുതുമ്പോൾ വളരെ കൃത്യമായിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ തിമോഥെയോസിന് കൊടുക്കുകയാണ്. While St. Paul is writing this epistle to Timothy, he is giving certain very specific instructions to Timothy. ദൈവത്തിന്റെ വചനം പ്രസംഗിക്കണം, പഥ്യോപദേശത്തെ അംഗീകരിക്കാത്തവർ കടന്നു വരും, അതുപോലെ അവരെ തർജ്ജനം ചെയ്യണം, അവരെ ശാസിക്കണം, ദൈവവചനത്തിലൂടെയുള്ള ശിക്ഷണത്തിലേക്ക് അവരെ നടത്തണം എന്നിത്യാദി കാര്യങ്ങൾ തിമോഥെയോസിനെ ഓർമ്മപ്പെടുത്തുകയാണ്. So Timothy is being reminded that there are going to be certain people who will not endure sound doctrine. Such people need to be convinced, rebuked, exhorted, and taught. ദൈവമക്കൾ കേട്ടാലും കേട്ടില്ലെങ്കിലും അനുസരിച്ചാലും അനുസരിച്ചില്ലെങ്കിലും ദൈവദാസന്മാർ അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ നിറപടിയായി ചെയ്തെടുക്കേണ്ടതുണ്ട്. അത് ദൈവമുൻപാകെ നിൽക്കുമ്പോൾ കുറ്റക്കാരായി തീരാതിരിക്കാൻ അവർ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നത് നിശ്ചയമായി ജനത്തിന് കൊടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. So when the servants of God stand in the presence of God, they ought to speak to the people of God whether they listen or not. It is indispensable that what they receive from the Lord ought to be conveyed to the people of God. 23-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ സഹോദരനായ തിമോഥെയോസ് തടവിൽ നിറങ്ങി എന്ന് അറിയുന്നു. അതുപോലെ തന്നെ അവരെ അത് അറിയിക്കുമ്പോൾ തന്നെ അവൻ ഉടൻ തന്നെ വന്ന് അവരെ കാണും എന്നത് ഓർമ്മപ്പെടുത്തുകയാണ്. So in verse 23, it is being declared that Timothy has been released from the prison
and he will soon come and meet them. അവൻ അവസാനമായി എല്ലാവർക്കും ആശംസകൾ അറിയിക്കുകയാണ്. കൂടാതെ ഇറ്റലിയിൽ നിന്നുള്ള വിശുദ്ധന്മാരുടെ ആശംസകൾ അദ്ദേഹം ഇവിടെ അറിയിക്കുന്നുണ്ട്. So finally, he is sending greetings to all, and he is also sending greetings from those who are from Italy. 24-ാം വാക്യത്തിലാണ് നാം കാണുന്നത്, നിങ്ങളെ നടത്തുന്ന എല്ലാവർക്കും സകല വിശുദ്ധന്മാർക്കും വന്ദനം ചൊല്ലുവീൻ, ഇറ്റലിയക്കാർ നിങ്ങൾക്ക് വന്ദനം ചൊല്ലും. So we see that greet all those who rule over you, and all the saints, those from Italy greet you. ഇംഗ്ലീഷ് ബൈബിളിലാണ് ഇറ്റലിയക്കാർ എന്നതിന് ഇറ്റലി എന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നത്. കൊണ്ട് അദ്ദേഹം ഈ ലെറ്റർ എഴുതുന്ന സമയത്ത് അദ്ദേഹം ആ സ്ഥലത്തായിരിക്കാം എന്ന് ചിലർ അനുമാനിക്കുന്നുണ്ട്, വിശേഷാൽ വേദപണ്ഡിതാക്കൾ. So the biblical scholars assume that because he is speaking about those from Italy, so the author must be in Italy when this book is being written. 25-ാം വാക്യത്തിൽ കാണുന്നത്, കൃപ നിങ്ങളോടുകൂടെ എല്ലാവരോടും കൂടി ഇരിക്കുമാറാകട്ടെ, ആമേൻ എന്ന് പറഞ്ഞാണ് ഈ ലേഖനം അവസാനിപ്പിക്കുന്നത്. Verse 25, this epistle ends with these words, that grace be with you all, amen. നാം ഈ ലേഖനത്തിൽ ഉടനീളം കണ്ടതുപോലെ ദൈവകൃപയെക്കുറിച്ച്, ദൈവകൃപ പ്രാപിക്കേണ്ടതിനെ കുറിച്ച്, ആത്മീയത്തിൽ നിലനിൽക്കേണ്ടതിനെ കുറിച്ചൊക്കെ ലേഖനകർത്താവ് എടുത്തെടുത്ത് പറഞ്ഞു. So here we see that throughout this epistle, the author again and again mentions that you need to receive the grace of God and remain in the grace of God. ആ ദൈവത്തിന്റെ കൃപ എപ്പോഴും അവരോട് കൂടെ ഉണ്ടായിരിക്കണം എന്ന് ആശംസിച്ചുകൊണ്ടാണ് ഈ ലേഖനം ഉപസംഹരിക്കുന്നത്. So with this wish that the grace of God be with them forever, with that this epistle is concluded. ദൈവമക്കളെ, നമുക്ക് ഈ നാളിൽ ആവശ്യം ദൈവത്തിന്റെ കൃപയാണ്. Dear children of God, what we need these days is also the grace of God. ദൈവത്തിന്റെ കൃപയില്ലാതെ ഒരു നിമിഷം പോലും നമുക്ക് മുന്നോട്ട് പോകുവാൻ, ജീവിപ്പാൻ ഈ ഭൂമിയിൽ കഴിയില്ല. Without the grace of God, we cannot live even a single moment in this earth. ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ അതേ കരം, അതൊക്കെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഓരോ ദിവസവും നാം അനുഭവിച്ചറിയേണ്ടതാണ്. In our spiritual life, we need to experience the presence and the hand of God. പിന്മാറ്റത്തിലേക്ക്, പഴയ നിയമത്തിലേക്ക് ഒക്കെ മടങ്ങിപ്പോകാൻ ആഗ്രഹിച്ച ഒരു കൂട്ടം ജനത്തോട് ഈ ലേഖനകർത്താവ് പറഞ്ഞ ചിന്ത ഇതാണ്: യേശുക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി രക്തമൊഴുക്കി, ആ കർത്താവിനെ വിട്ട് നിങ്ങൾ മറ്റൊന്നിലേക്ക് മടങ്ങിപ്പോകരുത്. To a group of people who were desirous of backsliding and returning back to the Old Testament, to them the author says that do not leave the Lord Jesus Christ and go back to anything. ഈ ലേഖനത്തിന്റെ സമാപന വാക്കുകൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുമ്പോൾ, ഞാനും ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ വചന പഠനത്തിന് മുമ്പിലായിരുന്നവരോട് ഓർപ്പിക്കട്ടെ, ഈ കർത്താവിനെ വിട്ട് പിന്മാറുവാനോ പിന്നോട്ട് പോകുവാനോ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഇടയാകരുത്. While I conclude the study of this epistle, to all those who have been listening to these lessons, let me tell you, let us never depart from the Lord Jesus Christ to anything else. ദൈവഹിതമായാൽ അടുത്ത ആഴ്ച കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് ഈ ലേഖനത്തിൽ നാം പഠിച്ചതും കണ്ടതുമായ കാര്യങ്ങൾ ഒന്നുകൂടെ അത് ആവർത്തിച്ച് മനസ്സിലാക്കി പഠിച്ചതിന് ശേഷം നമ്മളുടെ ഈ പഠന പരമ്പര അവസാനിപ്പിക്കുന്നതാണ്. God willing, next week we will again look at this epistle in the context of the Lord Jesus Christ, what this epistle is speaking about the Lord Jesus Christ, and then we will conclude this series. എല്ലാ പ്രിയപ്പെട്ടവർക്കും കണ്ണുകളെ അടയ്ക്കാം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. May all the dear children of God may close our eyes and pray. ഇന്ന് രാത്രിയിലും നാം പഠിച്ച ദൈവജന ചിന്തകളിലേക്ക് ഒരു നിമിഷം നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകാം. Let us bring our attention to the thoughts that we studied tonight as well. നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് അവർക്ക് കീഴടങ്ങിയിരിക്കുവാൻ, അവരുടെ മനസ്സ് വിഷമിപ്പിക്കാതെ അവരുടെ ശുശ്രൂഷയിൽ നിങ്ങൾ സഹകരിപ്പാൻ, അതെ ഈ ലേഖനത്തിൽ നാം കാണുവാനിടയായി. We see in this epistle that we need to obey and submit to those who have spiritual authority over us, so that
they may do their work joyfully instead of groaning. സമാധാനത്തിന്റെ ദൈവം നമുക്ക് നൽകുന്ന ദിവ്യ സമാധാനത്തെക്കുറിച്ച് ലേഖനത്തിൽ ഓർപ്പിച്ചത് നാം കണ്ടു. We also saw that the God of peace gives us a divine peace. ഇടയ ശ്രേഷ്ഠനായ കർത്താവായ യേശു ക്രിസ്തു അവൻ വലിയ ഇടയനാണെന്നും അവൻ നമ്മെ പരിപാലിക്കുന്ന നല്ല കർത്താവാണെന്നും മനസ്സിലാക്കുവാനിടയായി. The Lord Jesus Christ is a great and chief shepherd, and he is the one who cares for us. അവരോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ അവരെ ഏറ്റെടുക്കുവാനും അത് ഉൾക്കൊള്ളുവാനും അവരെ ഓർമ്മപ്പെടുത്തി. They are being reminded that whatever was spoken to them, they may receive it and they may do it. അവസാനമായി ദൈവത്തിന്റെ കൃപ അവരോട് കൂടെ ഇരിക്കട്ടെ എന്ന് ആശംസിച്ച് ഇവിടെ ലേഖനം അവസാനിപ്പിക്കുന്നത് നാം കണ്ടു. Finally, we see the wish that may the grace of God be with them. And with this epistle concluded. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ വചനം പഠിച്ച എല്ലാവരോടൊപ്പം ദൈവത്തിന്റെ കൃപയുണ്ടായിരിക്കുമാറാകട്ടെ. May the grace of the Lord be with all who studied the scripture. നാം ദൈവത്തിൽ തലകളെ വണക്കി പ്രാർത്ഥിക്കുമ്പോൾ ഡോക്ടർ സന്തോഷ് പ്രാർത്ഥിച്ച് ഇന്നത്തെ മീറ്റിംഗ് അവസാനിക്കും. As we bow our heads in prayer, let us pray and conclude this meeting.